1.5 കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് സുഖമായിട്ട് അച്ഛനും അമ്മയും കൊണ്ട് ജീവിക്കുന്ന നീരജ മൂസാണ്. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ട്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് 1 രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള തെളിവ് ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. ചേട്ടാ, ഇന്ന് വൈകിട്ട് ഒരു സിഒസിൻ്റെ ഇത് എടുത്തരാന്ന് പറഞ്ഞേക്കണേ. അങ്ങനെയാണെങ്കിൽ നാളെ വൈകിട്ടാകുമ്പോൾ ഫണ്ട് ഫുള്ളും ഒപ്പിച്ച് നാളെ വൈകിട്ട് സിഒസ് കളക്ട് ചെയ്യണം. ഇതിൽ ഇനി ഒരു മാറ്റവും വരരുത്. ഇന്ന് സിഒസ് ഒപ്പിച്ച് തന്നാൽ നാളെ ഫണ്ട് സെറ്റാക്കാമെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തരുത്. കാരണം നാളെ അവർക്ക് എങ്ങനെ വന്നാലും സിഒസ് ഫുള്ളും കളക്ട് ചെയ്തേ പറ്റൂ. ചേട്ടാ, ഇനിയിപ്പോ വീണ്ടും നമ്മൾ ഇങ്ങനെ അടിയുണ്ടാക്കി തർക്കിച്ചിട്ട് കാര്യമില്ല. അടുത്ത നീക്കം വേണം നോക്കാൻ. ഒരു 7 മണിക്ക് മുന്നെങ്കിലും ചേട്ടൻ എന്റെ അടുത്ത് പറയണം ഫണ്ട് സെറ്റ് ആക്കാൻ പറ്റുമോ ഇല്ലേന്ന്. ബാക്കി അവരിപ്പോ എന്തായാലും അവർ പറഞ്ഞ പോലെ കൺഫർമേഷൻ അവർ മീറ്റിംഗിന് പൊക്കോണ്ടിരിക്കുവാണ്, അതായത് അപ്പോയിന്റ്മെന്റിന് അവർ പൊക്കോണ്ടിരിക്കുവാണ്. ബാക്കി ഇന്ന് ഫുൾ എമൗണ്ട് റെഡിയാണ്. ഇന്ന് സിഒസ് കൈമാറാന്ന് പറഞ്ഞ ഡീലാണ് അവർ പൊക്കോണ്ടിരിക്കുന്നത്. ഇനി ഈ ഒരു എമൗണ്ട് റെഡി അല്ലാത്ത ഒരു സീനിൽ ഇനി അവിടെ ചെന്നിട്ട് അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ബാക്കി അവരുടെ ഭാഗത്തുനിന്ന് അവർ നോക്കിക്കോളാം. ചേട്ടാ, ഇതാണ് സംഭവം. വൈകിട്ട് ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക. അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഉടനെ അവരെ അറിയിക്കും. ഫുൾ എമൗണ്ട് ആയിട്ട് പോവുക, സിഒസ് വെരിഫൈ ചെയ്യുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ ബാക്കി എന്താന്ന് വെച്ചാൽ ചെയ്യുക. ഓക്കെ ആവാണ്ടിരിക്കാൻ ഒരു ചേട്ടൻ വിളിച്ചപ്പോഴും അതിന് മുന്നിലത്തെ മെസ്സേജിലും എല്ലാ മെസ്സേജിലും അവരുടെ വോയിസ് മെസ്സേജ് സഹിതം ഞാൻ അയച്ചു തന്നെയാണ്. ഇന്ന് ഇത് സോർട്ട് ഔട്ട് ആവും, ഇന്ന് നമ്മൾ സിഒസ് മേടിക്കും, ഇന്ന് ഇത് കൺഫേം ആവും. ആദ്യം നിങ്ങൾ കേട്ട വോയിസ് എന്ന് പറയുന്നത് 2 ദിവസം മുമ്പ് നീരജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ അക്കൗണ്ടിൽ എന്തെങ്കിലും പൈസ വന്നെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഞാനുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും യൂട്യൂബ് അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് നീരജ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഇറങ്ങിയതിന് ശേഷം കുറേയധികം തെളിവും കാര്യങ്ങളും പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് നിങ്ങൾ രണ്ടാമത്തെ വീഡിയോ ആ ഒരു വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരി നാട്ടിലുള്ള ഒരു ഏജൻസിയുടെ മെയിനായിട്ട് ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. നീരജ് പറയുന്നുണ്ട്, നമ്മൾ സെറ്റാക്കി തരും, നിങ്ങൾ പൈസ റെഡിയാക്കി വെക്കുക, റെഡിയാക്കി വെച്ചിട്ട് ഇന്ന സമയത്തിനുള്ളിൽ ഇവിടെ കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി മാക്സിമം ഇതെങ്ങനെയെങ്കിലും നടത്താനുള്ള ശ്രമങ്ങളാണ് അതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊരു വോയിസ് രണ്ടാമത് കേട്ട് ഫുള്ളൊന്നും കൂടെ ബാക്ക് പോയി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് പറയുന്നത്. ആദ്യമേ പറയുന്നുണ്ട്, പൈസ നിങ്ങൾ സെറ്റാക്ക്, ഇതെല്ലാം സിഒസ് എല്ലാം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, അവരുണ്ടെങ്കിൽ ഞങ്ങളെ വഴക്ക് പറയുന്നുണ്ട്, പെട്ടെന്ന് പൈസ റെഡിയാക്ക്, ഉടനെ തന്നെ കൊടുക്കണം, ഇനിയും പോയാൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു നാട്ടിലുള്ള ഈ ഒരു ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഫുൾ ആ ഒരു വോയിസിൽ രണ്ടാമത് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ നീരജ് പറഞ്ഞൊരു കാര്യം, ഞാൻ മീഡിയേറ്ററായിട്ട് മാത്രമേ നിന്നിട്ടുള്ളൂ, അവരെ രണ്ടുപേരും ടൈ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ എന്നുള്ളൊരു കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ല, നീരജ് ഇതിൽ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ നടുക്ക് നിന്നിട്ട് ക്യാഷ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇത് വന്നതിന് ശേഷം കുറേയധികം പേര് ഈ ഒരു കമൻറ്റ് ബോക്സിലൊക്കെ പോയി കമൻ്റ് ഇട്ടിട്ട് പുള്ളിക്കാരി ഭയങ്കരമായിട്ടുള്ള റൂഡായിട്ടുള്ള രീതിയിലാണ് കമൻറ്റ്സ് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇവരുടെയൊക്കെ വന്നിട്ടുണ്ടോ ഒന്ന്, ഈ ഒരു സ്റ്റുഡൻസിൻ്റെയൊക്കെ പൈസ വന്നിട്ടുണ്ടോ അത് തെളിയിക്കുന്ന ഒരു ഡീറ്റെയിൽസ് എടുത്ത് കാണിക്കാൻ, അതാണ് പറയുന്നത്. പക്ഷെ പുള്ളിക്കാരിക്കറിയാം അത് പറ്റത്തില്ല. എങ്ങനെയാണ്, പുള്ളിക്കാരി വഴിയല്ലല്ലോ പൈസ പോയിട്ടുള്ളത്. ഈ ഒരു നാട്ടിലുള്ള ഏജൻസി മറ്റേ ആ ഒരു വ്യക്തിക്കാണ് പൈസ നേരിട്ടാണ് അയച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു നീരജ വഴിയൊന്നും അല്ല അയച്ചു കൊടുത്തിട്ടുള്ളത്. അത് നീരജയ്ക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇത് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരി എൻ്റെ അക്കൗണ്ടിൽ പൈസ വന്നൊന്നും കാണിച്ചതാ തന്നാൽ ഞാൻ ഈ ഒരു അക്കൗണ്ടൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് പോകുന്നതാണ് പുള്ളിക്കാരി പറയുന്നത്. പക്ഷെ അത് നടക്കത്തില്ലെന്ന് പുള്ളിക്കാരിക്ക് തന്നെ അറിയാം. അങ്ങനെയൊന്നും പുള്ളി മീഡിയേറ്ററായിട്ട് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതാണ്, അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളിക്കാരിയാണ് ഇതിൽ പൈസ വാങ്ങാതെ ബാക്കി എല്ലാം ചെയ്തിട്ടുള്ളത്. ഇവർ മീഡിയേറ്ററായിട്ട് നിന്നിട്ട് ഇവിടെ പറയുന്നത് പെട്ടെന്ന് പൈസ പെട്ടെന്ന് അറേഞ്ച് ചെയ്യ്, സമയമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഇടയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കളിച്ചത്. എന്തായാലും എല്ലാ തെളിവും പുറത്ത് വന്നിട്ടുണ്ട്. നീരജ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയത്തില്ല. ഞാൻ ഡിലീറ്റൊക്കെ ആക്കുമോ അക്കൗണ്ടൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ആക്കാം, അതല്ലെങ്കിൽ അടുത്ത ന്യായീകരണമായിട്ട് വരാം. പുള്ളിക്കാരി ഇപ്പോഴും വീഡിയോ ഇടുന്നുണ്ട്.